അല്ല MLA ശമ്പളമോ പെൻഷനോ മാത്രമല്ല 35,000 രൂപയാണ് പെൻഷൻ കിട്ടുന്നത്. ഡൽഹിയിൽ ഇരിക്കുന്ന KB തോമസിന് 12 ലക്ഷം രൂപ യാത്ര ചെലവ് മാസം, 2 ലക്ഷം 3 ലക്ഷം രൂപ ശമ്പളം മാസം. അയാൾക്ക് കോളേജ് പ്രൊഫസറുടെ പെൻഷൻ, MLA പെൻഷൻ, MP പെൻഷൻ, പിന്നെ ഈ ശമ്പളവും ഒരു മാസം എത്ര ലക്ഷം രൂപയ്ക്ക് കിട്ടും? ഇത് പുഴുകത്തില്ല. എന്തിനാ ഇത്രയും പൈസ? ഇത്രയും പൈസ 10-30 ലക്ഷം രൂപയല്ലേ കിട്ടുന്നത് ഒരു മാസം കയ്യിൽ. അതാണ് പഴയ കോൺഗ്രസ്സുകാരൻ DCC പ്രസിഡന്റ് ഞങ്ങൾക്കെതിരെ ഇലക്ഷൻ മത്സരിച്ച ആള്. അതുപോലെ നമ്മുടെ ഭാഗത്തേക്ക് വന്നു, നമ്മൾ അദ്ദേഹത്തെ പരിഗണിച്ചു. ഞാൻ പറഞ്ഞത് അങ്ങനെയൊക്കെ ഒരാളുള്ളവർ. എനിക്ക് 35,000 രൂപ പെൻഷൻ മാത്രമേ ഉള്ളൂ. എൻ്റെ വൈഫിൻ്റെ പെൻഷൻ വേറെ, കോളേജിൽ അത് അവർ വീട്ടാവശ്യത്തിനൊക്കെ അത് ഉപയോഗിക്കുന്നു. ഇതിൽ നിന്നാണ് ഞാൻ 9,000 രൂപ ഡെബി കൊടുത്തത്. ഞാൻ കൊടുത്തു, അതെൻ്റെ പാർട്ടി പോകുന്നു. അല്ല, അയാൾ ഡൽഹിയിലല്ലേ, അയാൾക്ക് അത് ഞാനതൊന്നും താരപ്പെടുന്നത്. ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞു. അയാൾ ഫ്ലൈറ്റിൽ പോയി വരണ്ടേ? ഒരു മാസം ഒരു 10 തവണ പോവുകയാണെങ്കിൽ രൂപ എത്ര ആവും? ചിലപ്പോൾ എല്ലാ ദിവസവും പോയിട്ട് വരികയാണെന്ന് ആർക്കറിയാം. അപ്പം പോയിട്ട് വരാമല്ലോ അങ്ങനെ. അപ്പം അതിന് ചിലവുണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു ഇതുപോലെ തന്നെ മന്ത്രിയായിരുന്നു, MLA ആയിരുന്നു, പാർട്ടിയുടെ ഇതിലായിരുന്നു, ജില്ലാ സെക്രട്ടറി ആയിരുന്നു. വെറും 35,000 രൂപ പ്രതിമാസം വരുമാനമുള്ളൂ. അത് MLA ആയതുകൊണ്ടല്ലേ, അതും കാണത്തില്ല. MLA അല്ലായിരുന്നു എനിക്കൊരു വരുമാനം ഉണ്ടാവില്ലായിരുന്നു. ഞങ്ങൾക്കതിനൊന്നും ഒരു വിഷമമില്ല എന്ന് പറയുകയാണ്, ആർക്കും കൊടുത്തതിനുമില്ല. ഞാൻ പറയുകയാണ് കൊടുത്തതിലൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല.